ഗൈസ്, അപ്പോൾ നമ്മളെ പെസ് മാച്ച് പാർട്ട് 3 ഗൈസ്. നമ്മുടെ പെസ് മാച്ച് പാർട്ട് 3 ആണ്. നമ്മളെ സ്കൂളിനൊരു ചേഞ്ച് വരുത്തി ഗൈസ്. നമ്മളൊരു 100 കോയിൻ കൊടുത്തിട്ടുള്ളൊരു പാക്ക് തുറന്ന് അതിൽ നമുക്ക് ഒരു പ്ലെയറിനെ കിട്ടി. പേരൊക്കെ മറന്നു ഗൈസ്. നമ്മൾ ഡിലൈറ്റിനെ മാറ്റിയിട്ട് അവനെയാണ് വെച്ചത് ഗൈസ്. എന്നാലും കളിക്കുന്ന പ്ലെയറൊക്കെ തന്നെയാണ്. നല്ല 92 റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. 92 തന്നെയാണ്. അടിപൊളി പ്ലെയറാണെന്ന് തോന്നുന്നു. ഓനക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സ്ക്വാഡ് ഒറ്റ നേരെ ഇടാൻ തോന്നുന്നുണ്ട്. ഓക്കെ, കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെക്കാട്ടും പ്രോ പ്ലെയറാണ്. സ്ട്രെങ്ത്തൊക്കെ നമ്മളെക്കാട്ടും കൂടുതലാണ്. എന്നാലും നമുക്ക് ജയിക്കണം ഗൈസ് എങ്ങനെയെങ്കിലും. ഓക്കെ, പാരീസ് സെയിന്റ്-ജെർമാൻ, പ്ലീസ് 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 നമുക്ക് അവനെ അടിച്ച്. ഗൈസ്, നമുക്ക് തന്നെ ഇന്ന് അടിച്ച്. നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. നെയ്മർ, എംബാപ്പെ, മെസ്സി. അതുപോലെ ഇപ്പം നെയ്മർ വേറെ ക്ലബ്ബിലാണ്, മെസ്സി വേറെ ക്ലബ്ബിലാണ്. മെസ്സി ഇൻ്റർ മിയാമിയിലും പിന്നെ നെയ്മർ അൽ ഹിലാലിലുമാണ്. എന്നിട്ട് ഇന്നെ എടുത്തിട്ട് വലിയ കാര്യം. ഇവൻ പണ്ടേ കളിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് അതാണ് ഓലയൊക്കെ എടുത്തിട്ടുണ്ട്. ലൈമർ, എനിക്ക് ഇവനെ വെക്കണമല്ലേ. എടോ വാറ്റ്, ഇവരെന്താണ് ബേക്കിട്ട് കളിക്കുന്നുണ്ട്? സാധാരണ എല്ലാവരും മുമ്പിലോട്ടല്ലേ ഇട്ട് കളിക്കുക. ഗൈസ്, ഇവരെ എങ്ങനെയാണ് കളിക്കുക എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് റൊണാൾഡോ ഒന്ന് കയറി തൊട്ടപ്പോഴത്തേക്ക് നോക്ക് ചെക്ക ഉന്തി താഴെ വീണിക്കുന്നുണ്ട്. മെസ്സിക്ക് കൊടുക്ക്. മെസ്സി പിന്നെ അവളെ വായി നോക്കി നിൽക്കല്ല തിലു. കാർലോസ് സോളാർ, ഗൈസ്, എൻ്റെ പൊന്നെ. പ്ലീസ് പ്ലീസ് സോളാർ, വാട്ട് ആർ യു ഡൂയിങ് മാൻ? നോ വേ. ഇപ്പം നമ്മളെ ടീമിക്ക് ആർക്കും കളിക്കാൻ അറിയില്ല, പറയേണ്ടി വരൂല. ഓക്കെ, ഹാരി കെയ്ൻ. ഓക്കെ, ആണ് ഗൈസ് ഒരു വ്യത്യസ്തമായ പാസ്. മെസ്സി, മോർക്കീനിയോസ്, ഇവരെല്ലാം പാരീസ് എടുത്തിട്ടുണ്ട് ക്ലബ്ബ്. എടോ, ഈ എംബാപ്പേൻ്റെ അടുത്തുനിന്ന് എന്താ ബോൾ കിട്ടൂലേ? കുറേ നേരമില്ല ഞാൻ കിടന്ന് മരിക്കുന്നു ഓൻ്റെ അടുത്തുനിന്ന് ബോൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാ ഒന്നും നടക്കൂല്ല. ഗോൾ മെസ്സി the GOAT number 1 ക്യാപ്റ്റൻ മെസ്സി. ഗൈസ്, റൊണാൾഡോ മെസ്സിൻ്റെ താഴെ വെച്ച് ഷൂ ബൂട്ട് കെട്ടി കൊടുക്കുക. അടി പൊളിച്ച് കേട്ടോ. പൊളിച്ച് നമ്മളെ റൊണാൾഡോ മെസ്സി ഒരേപോലെ ഉണ്ട് എന്നുള്ളൊരു അടിച്ച് പൊളിച്ച് മെസ്സി. ഓക്കെ, പ്ലീസ് വണ്ടി സാക്ക്, പ്ലീസ്. ഡിയോഗോ ഡലോട്ട്, എൻ്റെ പൊന്നെ. പ്ലീസ് മാനെ, ഇവരിപ്പം ജൂഡ് ഇപ്പം എല്ലാവരും താഴെ വീഴ്ത്തിട്ടുണ്ട്. ഒന്നടിച്ച് നമുക്ക് പേടിക്കൊന്നും വേണ്ട. ഒന്നടിച്ചിട്ടുള്ളൂ ഓല്. ഡിഫെൻഡിങ് റോച്ചയാണ് അടിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ, റോച്ച സീരിയസ്. ഓക്കെ പ്ലീസ് മെസ്സി അവലത്തെ ഒരു ഗോൾ അടിച്ചാൽ മതി, നമുക്ക് പ്രശ്നമില്ല. പ്ലീസ്, ഓഫ് സൈഡ് ആവും. എടാ, ഇവനെന്താ ഉന്തിയിട്ട് ഗൈസ്. ബോണു ആണോ? എൻ്റെ പൊന്ന് ഗോൾ കീപ്പർ. മൊറോക്കോ പ്ലെയറാണ് ഗൈസ് ബോണു. ഒന്ന് അടിക്കൻ്റെ ബോണു. വായി നോക്കിയിട്ടുണ്ട്. വാറ്റ്, പൊസിഷൻ മാറി. ഓക്കെ, ഒന്ന് അടിക്കുമോ പ്ലീസ് വേഗം. അവിടെ വായി നോക്കിയിട്ടുണ്ട്. ജൂഡ് ബെല്ലിംഗാം മെസ്സി. എടാ മോക്കി ഗൈസ്, ആ പാസ് വല്ലതും കണ്ടോ നിങ്ങൾ? എനിക്ക് പോലും മനസ്സിലാക്കില്ല എങ്ങോട്ടാ പാസ് കൊടുക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ നമ്മളെ പ്ലേയേഴ്സ് സൂപ്പർ ഗൈസ്. മോർക്കീനിയോസിനെ നമുക്ക് എടുത്താലോ?
അതും തീപ്പാറുന്ന കളിയാണ് ഗൈസ് കളിക്കുന്നത്. ഓൾ നോ 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 തിരിച്ചടിക്കുക. ഓല ഗോൾ സെലിബ്രേഷൻ നമുക്ക് കാണണ്ട. കുഴപ്പമില്ല, തിരിച്ചടിക്കുക. പ്രശ്നമില്ല. എടാ ഇവരോടല്ലടാ പറഞ്ഞ റീ കാണിക്കരുത് പ്ലീസ്. ആ കളി അല്ല അത് ഹാഫ് ടൈം കഴിഞ്ഞു, അത് പ്രശ്നമില്ല. ഓക്കെ താങ്ക് യു. ഇനി നമുക്ക് നമ്മളെ കളി എടുത്താലേ പൊസിഷൻ കുഴപ്പമില്ല. ഷോട്ട് ഓല അടിപൊളി കളിയാണ് ഗൈസ്. എന്നാലും നമ്മൾ ഒരു ഗോള് ഫസ്റ്റ് ഗോള് നമ്മളാണ് ഇട്ട്. ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ കൂടി കളിച്ച പോലെ ആയല്ലോ. ആദ്യം ഒഡീഷ ഒരു ഗോൾ ഇട്ട്, കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഗോൾ തിരിച്ചടിച്ച്. അതുപോലെ ആയല്ലോ നമ്മൾ ആദ്യത്തെ ഗോൾ ഇട്ടപ്പോൾ 2 ഗോൾ പോലെ എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. മെസ്സി ഡിഫെൻഡ് ചെയ്യാൻ പോയതാണ്, അവിടെ അറ്റാക്ക് ചെയ്യാൻ പോയതാണ്. ഇസാക്കോ ഹെർണാണ്ടസ് ഒക്കെ പോലെ ടീമിലുള്ളതാണ് പാരീസിൽ. എന്നിട്ട് നമ്മൾ പാരീസ് ആവാത്ത എന്താ അറിയോ? എംബാപ്പെ ഏതാണ്? ഡിഫൻഡറാണ് എംബാപ്പെ. ഓക്കെ പൊളി. മാറി നിൽക്കും എംബാപ്പെ. അടിച്ചാ ഓക്കെ താങ്ക് യു അടി. പിനോക്ക് അടിപൊളി പ്ലെയറാണ്. പ്ലീസ് മര്യാദയ്ക്ക് കളിക്ക്. ഓട് കേലൈമറേ വരട്ടല്ലേ മോൻ, അടിച്ചിട്ടുണ്ടല്ലോ. ഒരു ടീമിന് വിചാരോ എടാ കുറച്ച് ഷോ ഇറക്കുന്ന നിർത്തണം കേട്ടോ മോനെ. വലിയ ഷോ ഇറക്കുന്ന നിർത്ത്. ഭയങ്കര ഷോ ഇറക്കിയതാണ് ഗൈസ്. ഇതെന്ത് ഷോയാണിത്? കുറച്ച് കൂടിപ്പോയോ ഷോ? അല്ലാണ് എന്താ ഒന്ന് അടിക്കുമോ എൻ്റെ ഡോണർ റൂമാ? കുറേ നേരം എവിടെ നിന്ന് എടാ ബേക്കോട്ട് കൊണ്ടുപോ. വലിയ ഷോ ഇറക്കിയതാണ്, വലിയ ഷോ ഇറക്കിയതാണ് കേട്ടോ. സാറിന് റൊണാൾഡോ ആ ഒരു ക്ലിയർ പാസ് മെസ്സിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇന്നിങ്ങനെ കളിക്കുന്നത് റൊണാൾഡോ? പ്ലീസ് റൊണാൾഡോ പ്ലീസ്. കോർണർ ആരെ കയ്യിലാണ് തട്ടിക്കുന്നുണ്ട്? റൊണാൾഡോ എത്ര അടിയാണ് പൊന്നു മോനെ. ഇന്നൊന്നും ഗോളിടില്ല പറഞ്ഞിട്ട്. എത്ര അടിയാണോ റൊണാൾഡോന് കൊടുക്കുക. ഓനക്കിപ്പോൾ കൊടുത്താതിഞ്ഞ് ഗോൾ. റൊണാൾഡോ പോയി സൂട് പ്ലീസ്. സൂട് റൊണാൾഡോ സൂട്. അത് സൂവല്ല എടാ, സൂഡ്രോ ഏതാണ്? സൂഡുവല്ല. കാർലോസ് സോളർ പൊളിച്ചിട്ടത് ബെസ്റ്റ് അസിസ്റ്ററാണ്. അടിപൊളി കോർണറൊക്കെ പാസ് കൊടുക്കുന്നുണ്ട്. എടാ ഒന്ന് ഇറക്കി കൊണ്ടുപോയി. എടാ നമ്മളെ പ്ലേസൊക്കെ ബേക്ക് പോവോ? അല്ല സോറി, മുമ്പിലോട്ട് വന്നാലല്ലേ ഒരു നൗ വൈ. എടാ ഈ ഡിഫൻഡർമാരൊക്കെ ആർക്കാണ് പാസ് കൊടുക്കേണ്ടത് പോലും അറിഞ്ഞൂടാ അവിടെ. പിന്നെ ഓക്കെ നെയ്മർ. എടാ ഓനക്ക് തന്നെ കൊടുക്കണോ? ബേക്കോട്ട് കൊണ്ട് പോവല്ലേ പൊന്നു മോനെ. മെസ്സി പ്ലീസ് മെസ്സി പ്ലീസ്. മെസ്സി സാരല്ല പൊളിച്ച് മെസ്സി പൊളിച്ചെന്ന് വെച്ചാൽ പൊളിച്ച് മോനെ. ഒരു ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കളി ജയിക്കും ഗൈസ്. അതാണ് പെസ്സിൽ നമ്മൾ വിജയാകും. പ്ലീസ് കുറച്ച് സൂക്ഷിച്ച് കളിക്കുക. ഓല് സീരിയസ് ആയിട്ട് കളിക്കും കാരണം. ഓക്കെ താങ്ക് യു. പിന്നെ എനിക്കൊന്നും പറയില്ല. എടാ എൻ്റെ പൊന്ന്
ഈ ഡിഫൻഡർമാരെ കൊണ്ട് ഗൈസ് കഷ്ടമുണ്ടെന്ന് വെച്ചാൽ കഷ്ടമുണ്ട് ഗൈസ്. ഡോണർ റൂം ഒരു പരിധിക്ക് മര്യാദയ്ക്ക് സേവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കുരങ്ങന്മാരൊക്കെ അവിടെ കിടന്ന് എന്തോ മാറി പോടോടുന്ന്. ഇവർ ഗോളടിക്കാനും സമ്മതിക്കില്ല. ഒന്നുകൂടെ അവിടെ കിടന്ന് വലിയ ഷോർക്കിയിട്ട് ജയിച്ചേ സോറി. എടാ മാറി നിൽക്കൊരു ഗോൾ അടിക്കാൻ സമ്മതിക്കും കുരങ്ങന്മാരെ. മെസ്സി പ്ലീസ് ഒരടിക്ക് മെസ്സി. ഇവർക്കൊക്കെ കളി കഷ്ടം എന്ന് വെച്ചാൽ കഷ്ടമുണ്ട് ഗൈസ്. കഷ്ടപ്പെട്ട് 2 ഗോൾ അടിച്ചിട്ട് മെസ്സി എന്താ കാട്ടിക്കൂട്ടുണ്ട്. അതിപ്പോൾ നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പൊസിഷനൊക്കെ നമുക്കാണ് ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മൾ ഇനിയും വീഡിയോ പാർട്ട് 4 അയക്കണമെങ്കിൽ സബ്സ്ക്രൈബ്. ഓക്കെ ബൈ ബൈ.